കണ്ടോ? അതായിരുന്നു സംവാദ വ്യവസ്ഥയുടെ അവസാനത്തെ അവസ്ഥ. മനസ്സിലായില്ലേ? മൂലയന്മാര് അംഗീകരിക്കാനാവാതെ അവിടുന്ന് മൗലിദുകളെ തള്ളിയില്ല മട്ടില് അവര് തുള്ളി പോകേണ്ടി വരികയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇവർ ഈ സമുദായത്തെ കൊണ്ട് പാടുകയും പാടിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഇത്തരത്തിലുള്ള സമ്പ്രദായത്തിന്റെ അവസാന സ്ഥിതിയാണിത്. ഉമ്മമാരെ, സഹോദരന്മാരെ, ഇനിയും ഇവർ നിങ്ങൾ ഇപ്പാദരവോടെ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളെയും കുറച്ചു കാലം കഴിഞ്ഞാൽ മർക്കസിന്ന് വേറൊന്ന് സഹിയാണെന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ട് നിങ്ങളെ തള്ളും. ഈ രൂപത്തിൽ ഇവർ ദീനിനെ ദിനം പ്രതി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ, ദീന് നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റിക്കളിക്കാനുള്ളതല്ല. ഉള്ളതെന്നും ഉള്ളതാണ്, ഇല്ലാത്തതെന്നും ഇല്ലാത്തത് തന്നെയാണ്. അതുകൊണ്ട് പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇസ്ലാമിലുള്ള വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ആ നിലക്ക് പ്രമാണബദ്ധമായ നിലക്ക് അത് മാത്രമേ ജീവിതത്തിൽ പകർത്താൻ പറ്റുകയുള്ളൂ. അതല്ലാത്തൊരു സ്വീകാര്യമല്ല. ഈ ഒരു സന്ദേശമാണ് ഇന്നത്തെ ദിവസം എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ തന്നെ നേരത്തെ തന്നെ തുടങ്ങണം. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, ഇതൊരാളെയോട് വാശി തീർക്കാനല്ല, ആരെയെങ്കിലും ആ നിലക്കടച്ചാക്ഷേപിക്കാനുമല്ല. പ്രമാണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദീനിന്റെ പാതയെ ഉൾക്കൊള്ളണേ, സത്യം മനസ്സിലാക്കണേ, അതിന്റെ പ്രചാരകരാവണേ, പ്രബോധകരാവണേ. എന്തിനു വേണ്ടി? ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി എന്നോർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എല്ലാ നന്മയുടെ കാര്യങ്ങളെയും ഗ്രഹിച്ച് അതിന്റെ വക്താക്കളാകണം. തിന്മകളോട് വിട പറയണം. ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട ഈ വർഷത്തെ ജാമിയ അൽ ഫുർഖാനിന്റെ കലണ്ടർ നിങ്ങളാരും മറക്കരുത്. അത് ഒരു കലണ്ടർ എന്ന നിലക്കല്ല. ഇവിടെ ഈ പരിപാടി ആരംഭിച്ചതിന്റെ ശേഷം സ്ഥലം വാങ്ങുകയും അതുപോലെ തന്നെ വലിയ ബിൽഡിങ്ങുകൾക്കൊക്കെ തുടക്കം കുറിച്ച് വലിയ സംരംഭമാണ് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആ സ്ഥലങ്ങളൊക്കെ പോയി കാണണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആ വലിയ സംരംഭത്തിന്റെ ഒരു പ്രചാരണം എന്ന നിലക്കാണ് ഈ കലണ്ടർ പുറത്തിറക്കിയിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. ആ ഒരു സന്ദേശം, ആ ഒരു ഓർമ്മ, നദാവിരത്തിന്റെ ഓർമ്മ നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ നാഥൻ നമുക്ക് ഇനിയും ദീനിനെ കുറിച്ച് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിക്കുവാനുള്ള ആരോഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, തങ്ങളുടെ ഒത്തുചേരൽ നീ സ്വീകരിക്കണമേ നാഥ. നിന്റെ ദീനിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നിന്റെ ദീനിനെ വികലമാർക്കുന്നവർക്കെതിരെയാണ് ഞങ്ങൾ രോഷം കൊള്ളുന്നത്. നാഥ, സ്വീകരിച്ചാലും സ്വീകരിക്കണേ റഹ്മാനെ. എന്തെങ്കിലും അപാകതകൾ വന്നുപോയെങ്കിൽ പൊറുക്കണം നാഥ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വ അഖ്തഅനാ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون ذهب الرجال المقتدى بفعالهم والمنكرون لكل أمر منكر وبقيت في خلف يزكي بعضهم بعضا ليدفع معذر عن معذري أبني إن من الرجال بهيمة في صورة الرجل السميع المبصر فطن بكل مصيبة في ماله وإذا أصيب بدينه لم يشعر فسل الفقيه تكن فقيها مثله من يسعى في علم بلب يظفري. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഈ മഹത്തായ വിജ്ഞാന സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നല്ലവരായ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ 8ാം പ്രഭാഷണ പരിപാടിയുടെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ പല വിഷയങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് സഹായം ചോദിക്കുകയും അവിടുത്തോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യൽ വളരെയേറെ പുണ്യമുള്ളതും ലോകത്ത് സർവ്വ ഇമാമിയങ്ങളും ചെയ്തതും പരിശുദ്ധ ഖുർആനും ഹദീസുമൊക്കെ കൽപ്പിക്കുന്നതുമാണ് എന്ന ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത ആശയത്തെ ഖണ്ഡിച്ചുകൊണ്ടുള്ള മുഖ്യമായ സംസാരമാണ് ഇന്നലെ അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടി പറയുകയും നിങ്ങളെല്ലാവരും ശ്രവിക്കുകയും ചെയ്തത്. ഏത് സന്ദർഭത്തിലും നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സത്യത്തിൻ്റെ വഴിത്താരയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് ആ മാർഗത്തിന് വേണ്ടി ധാരാളം ഖിദ്മത്ത് ചെയ്തുകൊണ്ട് അതേ നിലയിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞ് മഹാനായ ഹബീബ്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചാരത്തടയാൻ സ്വർഗത്തിലെത്താൻ അർഹമുർ റഹീമീനായ നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത്, അവിടുത്തോടുള്ള സ്നേഹം, അത് നമ്മുടെ ഹൃദയത്തിൽ വളരെ രൂഢമൂലമായി നിലനിൽക്കേണ്ടത് അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിൻ്റെ പൂർത്തീകരണത്തിന് അത്യാവശ്യമാണ്. അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരണേ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പഠിപ്പിക്കാൻ അല്ലാഹു തആല നിർദ്ദേശിച്ചതനുസരിച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ സ്നേഹം, അതുപോലെ തന്നെ ആ ഇത്തിബാൾ,
അതിൽ കറയില്ലാതെ, കലർപ്പില്ലാതെ, കൂട്ടിച്ചേർക്കലുകളില്ലാത്ത നിലക്കുള്ള കാര്യങ്ങളെ മഹബ്ബത്തിന്റെ പേരിലും പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത ഏതെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്യുക എന്നത് ഇസ്ലാമികമായി ഒരിക്കലും ഒരു വിശ്വാസം